Find the quartile deviation of the following: 391, 384, 591, 407, 672, 522, 777, 1490, 2488. What is quartile deviation? Quartile deviation QD is equal to Q3 minus Q1 divided by 2, where Q1 is the first quartile. This is the first quartile. And Q3 is the third quartile. Third quartile. അപ്പോൾ ഇതാണ് രണ്ട് ക്വാർട്ടൈൽസ് ആണ് നമുക്ക് അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോ ഡാറ്റ. അപ്പോൾ റോ ഡാറ്റയിൽ നമുക്ക് ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇവരെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഡാറ്റേനെ അറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണ്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ഒബ്സർവേഷൻ ആദ്യം എഴുതാം. 384, then 391, then we have 407, 522, 591, then 672, 777, 1490 and 2488. അപ്പോൾ ഇത്ര ഒബ്സർവേഷൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് n is equal to 9 ആണ്. അപ്പം 9 ഒബ്സർവേഷൻസ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം Q1 കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 is equal to n plus 1 by 4th observation. n plus 1 by 4th observation, which is 9 plus 1 by 4th observation. അപ്പം 10 by 4th observation വരും, which is equal to 2.5th observation എന്നാണ് വരും. അപ്പോൾ 2.5th observation എന്ന് വന്നാൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? This can be written as second observation plus third observation divided by 2 എന്ന് എഴുതും. അപ്പം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നോക്കാം. അതിലുള്ള സെക്കൻഡ് ഒബ്സർവേഷൻ ഇസ് 391 and third observation is 407. But this can be written as 391 plus 407 divided by 2 എന്ന് വരും, and the answer is 399. This is our Q1. ഇനി നമുക്ക് Q3 കണ്ടുപിടിക്കാം. Q3 is 3 into n plus 1 by 4th observation, which is equal to 3 into 9 plus 1 by 4th observation. അതായത് 3 into 9 plus 1 by 4 നമ്മൾ 2.5 എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പം 3 into 2.5 which is 7.5th observation എന്നാണ് വരുന്നത്. 7.5th observation. അപ്പോൾ 7.5th observation means it is 7th observation plus 8th observation divided by 2, which is equal to, നമുക്ക് നോക്കാം ഏതാണ് നമ്മളെ ഡാറ്റയിലുള്ള 7th observation. 7th observation is 777 and 8th observation is 1490. So this is 777 plus 1490 divided by 2, which is equal to 1133.5. അപ്പോൾ ഇതാണ് നമ്മളെ Q3. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്, Q1ഉം Q3യും കിട്ടിയിട്ടുണ്ട്. Therefore quartile deviation is equal to Q3 minus Q1 divided by 2, which is equal to 1133.5 minus 399 divided by 2, and the answer is 367.25. This is our quartile deviation. Question: the third term of a GP is 4. Find the product of its first 5 terms. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിലത്തെ തേർഡ് ടേം ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ തേർഡ് ടേം തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ 5 ടേമുകളുടെ പ്രോഡക്റ്റ് കാണണം. അപ്പോൾ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ ഓരോ ടേമിനോടും നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കോമൺ റേഷ്യോ ആയിട്ടുള്ള 6 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഓരോ ടേമുകളെയും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഫ് ദ തേർഡ് ടേം ഈസ് 4 മീൻസ് ഫോർത്ത് ടേം എന്തായിരിക്കും? ഈ 4നോട് ഞാൻ 6 കോമൺ റേഷ്യോ ആയിട്ടുള്ള 6 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഫിഫ്ത്ത് ടേം എന്തായിരിക്കും? 4r² ആയിരിക്കും അല്ലെ? ഓരോ തൊട്ടു മുമ്പുള്ള ടേമിനോടും 6 മൾട്ടിപ്ലൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടേമുകളും ജോമെട്രിക് പ്രോഗ്രഷനിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തേർഡ് ടേം ഇവിടെ എഴുതി, ഫോർത്ത് ടേം എഴുതി ആൻഡ് ഫിഫ്ത്ത് ടേം എഴുതി
അല്ലെ? ഇനിയിപ്പോ ഇതിന് മുമ്പിലുള്ള ടേമിലേക്ക് വരാം. എന്തായിരിക്കും സെക്കൻഡ് ടേം വന്നിട്ടുണ്ടാവുക? അതായത് സെക്കൻഡ് ടേമിനോട് 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 4 കിട്ടിയിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ സെക്കൻഡ് ടേം എന്തായിരിക്കും? നമുക്ക് 4/6 എന്ന് എടുക്കും. ദിസ് ഇൻറ്റു 6 ആയിരിക്കും തേർഡ് ടേം വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായിരിക്കും ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം വിൽ ബി 4/r². അപ്പൊ നമുക്ക് ടേമുകളെ എങ്ങനെ എഴുതാം? അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ ടേമിനോടും കോമൺ റേഷ്യോ ആയിട്ടുള്ള 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ടേംസ് വന്നത്. അപ്പൊ ഫസ്റ്റ് ടേമിനോട് ഇൻറ്റു 6 എന്ന് ചെയ്തപ്പോൾ 4/r കിട്ടി. ഇതിനോട് ഇൻറ്റു 6 എന്ന് ചെയ്തപ്പോൾ 4 കിട്ടി. ഇതിനോട് ഇൻറ്റു 6 ചെയ്തപ്പോൾ 4r കിട്ടി. ആൻഡ് ഇതിനോട് ഇൻറ്റു 6 എന്ന് ചെയ്തപ്പോൾ 4r² എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് തേർഡ് ടേം തന്നപ്പോൾ അതിന്റെ മുമ്പിലുള്ള ടേംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയത് അല്ലെ? ഇനി നമുക്ക് ഇവരുടെ പ്രോഡക്റ്റ് ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് 4/r² ഇൻറ്റു 4/r ഇൻറ്റു 4 ഇൻറ്റു 4r ഇൻറ്റു 4r². ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 5 പ്രാവശ്യം നമ്മൾ 4നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4⁵5 എന്ന് എഴുതാം. പിന്നെ ആറിന്റെ ടേം നോക്കൂ. ഇവിടെ ഒരു r² ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട്. അത് ക്യാൻസൽ ആയി പോയി. ആൻഡ് ഇവിടെയുള്ള ആറും ക്യാൻസൽ ചെയ്തു പോയി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 4⁵5 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1024. അപ്പൊ ഇതാണ് ഫസ്റ്റ് 5 ടേംസിന്റെ പ്രോഡക്റ്റ്. Question: Rahul borrows ₹500 for 4 months at a simple interest rate of 12%. How much interest does he pay? അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് I is equal to PNR/100 ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ P എന്ന് പറയുന്നത് നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, വിച്ച് ഇസ് 500 ഇയർ അല്ലെ? നമുക്ക് തന്നിരിക്കുന്നതിൽ 500 ആണ് P വന്നിരിക്കുന്നത്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 4 മന്ത്സ് ആണ്. നമുക്ക് 4 മന്ത്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/12 ഇയേഴ്സ് എന്ന് പറയും. 4/12 ഇയേഴ്സ്. ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R is equal to 12 ആണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളെ ഇൻട്രസ്റ്റ് I is equal to പ്രിൻസിപ്പൽ P ഇൻറ്റു ദാറ്റ് ഇസ് 500 ഇൻറ്റു N is 4/12 ഇൻറ്റു അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12/100. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 20 rupees ആണ്. 20 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്.